പൊട്ടറ്റോ ഫ്രൈസ് ഉണ്ടാക്കിയാലോ? നമ്മളിതേ പൊട്ടറ്റോ ഫ്രൈസ് ഉണ്ടാക്കാൻ പോവാണ്. പങ്കാണി കുത്തിയനെ. അപ്പോൾ വാ ഉണ്ടാക്കിയിട്ട് വരാം. എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. പൊട്ടറ്റോയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. എണ്ണയൊക്കെ തിളച്ചിട്ടുണ്ട്. ഇട്ട് കൊടുത്താലോ? ഇവിടെ കുക്ക് ചെയ്യുമ്പോഴല്ലോ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പുകയെങ്ങാനും പോയില്ലെങ്കിൽ ദേ ഇരിക്കുന്ന കുഞ്ഞൻ അലാറം കിടന്ന് അമറി കൂകി ഫയർഫോഴ്സ് വരെ ഇവിടെ വരുത്തും. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഓണാക്കി വെച്ചിട്ട് വേണം. നമ്മുടെ ഫ്രൈസ് ഇത് റെഡിയായി വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ അടിപൊളി പൊട്ടറ്റോ ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റെയിനറിലോട്ട് മാറ്റാം. ഇത്രയും നല്ല അടിപൊളിയായിട്ട് ഇത് വരണമെങ്കിലുണ്ടല്ലോ ഒരു ടിപ്പുണ്ട് കേട്ടോ, പറഞ്ഞു തരാമേ. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈസ്, ഇതിൻ്റെ കൂടെ മയണൈസും ഉണ്ടേ. ഇവിടുത്തെ മയണൈസ് പാക്കിങ് ഉണ്ടോ, ജാമു മയണൈസൊക്കെ ഓസ്ട്രേലിയയിൽ ഇങ്ങനെ കിട്ടും കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ ഇത് കണ്ടോ, കയ്യിലൊന്നും ആവാതെ ഇങ്ങനെ ചാടി വരും. ജാമൊക്കെ ആണെങ്കിൽ ബ്രെഡിലൊക്കെ നല്ല നല്ല ഇവനായിട്ട് നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്യാം, കയ്യിലൊന്നും ആക്കാതെ. ഇത് കണ്ടോ, നമുക്ക് ആവശ്യമുള്ളത് എടുത്തു അങ്ങനെ തന്നെ വയ്ക്കാം. നമുക്ക് കഴിച്ച് നോക്കാം കേട്ടോ. അടിപൊളി. ഇടും. ഇതുപോലെ നല്ല ഇത് കണ്ടോ, നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഫ്രൈസ് പോലെ ഇരിപ്പില്ലേ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ അരിയാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ടിപ്പ് പറഞ്ഞു തരട്ടെ. ഇങ്ങനെ അരിയാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു എളുപ്പവഴിയുണ്ട്. അതാണ് ഞാൻ ചൂസ് ചെയ്തത്. ഞാനിതായിരുന്നു വറുത്തത്. ഇതാണ് ഏറ്റവും എളുപ്പവഴി. ഓക്കെ, അപ്പം ഞാൻ കഴിക്കട്ടെ. കഴിച്ചുകൊണ്ടേയിരിക്കൂ. ടാറ്റാ.